മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, ഒടുവിൽ ഫറൂഖ് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീമിന്റെ വധശിക്ഷയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. ാണ് ഈ ഒരു ഉത്തരവ് റിയാദ് ക്രിമിനൽ കോടതിയിൽ നിന്ന് വരുന്നത്. അതായത് 34 കോടി രൂപ മുന്നേ തന്നെ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മോചന ദ്രവ്യമായി നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു മോചനം നൽകിക്കൊണ്ട്, അതായത് സൗദി ബാലന്റെ കുടുംബം ഇപ്പോൾ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകിയിരിക്കുകയാണ്. ഈ മോചന ദ്രവ്യം കൂടി കൈമാറിയതോടുകൂടി ഈ ഒരു വധശിക്ഷ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വധശിക്ഷ റദ്ദ് ചെയ്യാനടക്കം അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ചുക്കാൻ പിടിച്ച് നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? എങ്ങനെയാണ്? ഞാനതിൻ്റെ റഹീം നിയമസഹായ സമിതിയുടെ ഒരു മുൻ ഭാരവാഹിയാണ്. വളരെ ദൈർഘ്യമേറിയ ഒരു ദൗത്യമായിരുന്നു റഹീം മോചനവുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ വളരെ സുപ്രധാനമായ ഒരു വിധിയാണ്, അല്ലെങ്കിൽ ഒരു നീക്കമാണ് ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. റിയാദ് ക്രിമിനൽ കോടതി റഹീമിൻ്റെ വധശിക്ഷ റദ്ദ് ചെയ്തു. അതോടൊപ്പം 15 മില്യൺ ദിയാദനം ആ കുടുംബം സ്വീകരിച്ചു. അതോടുകൂടി റഹീം വധശിക്ഷയിൽ നിന്ന് ഒഴിവായി. ഇനി ഏതാനും ചില നടപടിക്രമങ്ങൾ മാത്രമാണ് ഈ ദൗത്യവുമായിട്ട് ബാക്കിയുള്ളത്. അത് ഉടനെ തന്നെ നടക്കും. ഹജ്ജുമായി ബന്ധപ്പെട്ട് കോടതികളൊക്കെ അവധിയായതിനാലാണ് ഈ ഒരു ചെറിയ ഡിലേ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും, റഹീമിൻ്റെ കുടുംബമൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ കുടുംബത്തിനോടൊപ്പം ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റഹീം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കുടുംബാംഗങ്ങളുമായിട്ട്? റഹീം കുറച്ചു മുമ്പും ജയിലിൽ നിന്ന് റഹീമിൻ്റെ ഉമ്മയായിട്ട് സംസാരിച്ചു, കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചു. സന്തോഷത്തിലാണ് അദ്ദേഹം. ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, മീഡിയ അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. എത്ര ദിവസം എടുക്കും ഇങ്ങോട്ടൊരു നാട്ടിലേക്ക്, ജന്മനാട്ടിലേക്ക് എത്താമെന്നാണ് വിചാരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ കൃത്യമായിട്ട് നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല. എന്നാലും ഏറെ വൈകാതെ തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാവുമെന്നാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു. ആതിര, ഇത് തന്നെയാണ് കഴിഞ്ഞ 18 വർഷമായി വേണ്ടി അബ്ദുൾ റഹീമിന് സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഈ ഒരു നിയമ വശങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മുന്നേ തന്നെ അനുരഞ്ജന കരാറിൽ ഇരു കുടുംബങ്ങളും ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കോടതി വശങ്ങൾ കൂടി മാത്രമായിരുന്നു പൂർത്തിയാക്കാനുണ്ടായിരുന്നത്. അതുകൂടി പൂർത്തിയാക്കുന്നതോടുകൂടി 2 മാസങ്ങളിൽ തന്നെ അബ്ദുൾ റഹീമിന് നാട്ടിലെത്താൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ കുടുംബത്തിൽ ഉമ്മയോടക്കം സംസാരിക്കുമ്പോൾ ഉമ്മയടക്കം വലിയ പ്രതീക്ഷയിലാണ്. 18 വർഷമായി മകനെ കണ്ടിട്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ മുന്നിലൊരു സന്തോഷത്തിലാണ് ഉമ്മയും ഉള്ളത്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, എത്രയും പെട്ടെന്ന് തന്നെ അബ്ദുൾ റഹീം നാട്ടിലെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കും ഉണ്ട്. വ്യക്തമാണ്. മേഘ്ന മുരളിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.